കാഴ്ചകളിലേക്ക് ആനന്ദത്തിൻ തുടി താളവുമായി ഹൃദയമുരളിയിൽ നിന്നുയരുന്നൊരു ആനന്ദ സംഗീത സന്തോഷമായി വീണ്ടും ഓർമ്മകൾ നിറയുന്നു, പൂവുകൾ വിടരുന്നു. അപ്പച്ചാ, എന്നാ പറ്റി മാറിയിരിക്കുന്നേ? ഞാൻ ആലോചിക്കുകയായിരുന്നു, എത്ര പെട്ടെന്നാ കാലങ്ങൾ കടന്നുപോയത്. നീ സിസ്റ്ററായിട്ട് ആദ്യമായി ഈ വീട്ടിലേക്ക് വന്നതിൻ്റെ ആഘോഷമായി നടക്കുന്നത്. പക്ഷേ എനിക്കിത് വെറുമൊരു ആഘോഷമല്ല, ദൈവത്തിന് ഞാൻ കൊടുത്ത വാഗ്ദാനത്തിൻ്റെ പൂർത്തീകരണമാണ്. അപ്പച്ചൻ എന്നൊക്കെ ഈ പറയുന്നേ? അതേ മോളെ, നിന്നെ സിസ്റ്റർ ആക്കിയേക്കാമെന്ന് അപ്പച്ചൻ നേർച്ച നേർന്നിരുന്നു. എന്നിട്ട് എന്നോടൊരു വാക്കുപോലെ ഈ കാലത്തിനിടയ്ക്ക് പറഞ്ഞിട്ടില്ലല്ലോ. അതേ മോളെ, മനഃപൂർവ്വം പറയാതിരുന്നതാ. അതിനൊരു കാരണമുണ്ട്. എന്ത് കാരണം? ചില സിനിമകളിലൊക്കെ നീ കണ്ടിട്ടില്ലേ, പ്രണയനൈരാശ്യം വന്ന നായിക അവസാനം എത്തിപ്പെടുന്ന ഒരു സ്ഥലമായിട്ടാണ് സന്യസ്തമഠങ്ങൾ പലപ്പോഴും ചിത്രീകരിക്കപ്പെടുന്നത്. ആ കഥ എഴുതുന്ന കുറച്ചുപേരുടെ അറിവില്ലായ്മ ഒരു വലിയ സമൂഹത്തിന് തെറ്റായ സന്ദേശമാണ് നൽകുന്നത്. ആഹാ, സിനിമാ കഥയാണോ? ഞങ്ങൾ ദൈവവിളിയെക്കുറിച്ച് പറയുകയായിരുന്നു. ദൈവവിളി ഏറ്റവും അവസാനം സ്വീകരിക്കേണ്ട ഒന്നല്ലെന്ന് ഞങ്ങൾക്ക് പൂർണ്ണ ബോധ്യമുണ്ടായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ ഒരു കാര്യം നിരന്തരം ചെയ്തുകൊണ്ടിരുന്നു. എന്ത് കാര്യം? മധ്യസ്ഥ പ്രാർത്ഥന. നീ എന്റെ ഉദരത്തിലുണ്ടായ അന്നു മുതൽ ഇന്നു വരെ ഞങ്ങൾ നിനക്ക് വേണ്ടി നിരന്തരം പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. അതെനിക്ക് അറിയാം അമ്മേ. എനിക്ക് വേണ്ടിയും ചേട്ടായിക്ക് വേണ്ടിയും നിങ്ങൾ രണ്ടുപേരും ഒരുപാട് പ്രാർത്ഥിക്കുന്നുണ്ടെന്ന്. സ്റ്റെഫിക്ക് ഇന്ന് തന്നെ പോണോ? പോണം. മഠത്തിൽ കുറച്ച് ഒഫീഷ്യൽ വർക്ക് തീർക്കാനുണ്ട്. നാളെയാ ഫ്ലൈറ്റ്. ഓസ്ട്രേലിയക്ക് പോവാതെ ഇവിടെ എവിടെയെങ്കിലും നോക്കിയിരുന്നേ ഞങ്ങൾക്ക് വല്ലപ്പോഴും കാണുകയെങ്കിലും ചെയ്യായിരുന്നു. ഇനിയിപ്പോ 10 വർഷം കഴിഞ്ഞല്ലേ. എന്താ അപ്പച്ച ഇത്? ഞാൻ എന്റെ ഈശോയ്ക്ക് വേണ്ടി ജീവിക്കേണ്ടവളല്ലേ? സന്തോഷമായിട്ട് വേണം എനിക്ക് ഇവിടെ നിന്ന് പോവാൻ. അയ്യോ, ഞാനൊരു കാര്യം മറന്നു. എന്താ? ഞാനൊരു സാധനം വാങ്ങിയിരുന്നു, ഇവൾക്ക് കൊടുത്തൂടെ? അതാ പാപ്പച്ചേട്ടന്റെ കട ഇരിക്കുക. ഞാനത് പോയിട്ട് പെട്ടെന്ന് എടുത്തിട്ട് വരാം. ചേട്ടാ വേണ്ട, എനിക്കിനി ഒന്നും വേണ്ട. നീ റെഡി ആയിക്കോ, ഞാനിതാ പെട്ടെന്ന് എത്തി കേട്ടോ. ഒരു വല്ലാത്ത ദിവസമായി പോയിന്ന്. ശരിയാ, ഒരു ചെറുതെങ്കിലും അടിക്കാൻ പറ്റിയിരുന്നെങ്കിൽ. നമ്മുടെ സാഞ്ചു വരുന്നുണ്ട്. ഇന്ന് അവനെ പിടിക്കാം. പെങ്ങള് സിസ്റ്ററായതിന്റെ ചെലവ് ചെയ്യാതെ മുങ്ങി നടക്കുക അവൻ. നിക്ക്, നീ എവിടെ പോവാ? ഞാനൊന്ന് കട വരെ പോവാണേ. എന്റെ പെങ്ങളിന്ന് പോവാ. അപ്പോ അവക്കൊരു ഗിഫ്റ്റ് വാങ്ങിയിരുന്നു, അത് കടയിൽ വെച്ച് മറന്നുപോയി. അപ്പോ നമ്മുടെ കാര്യം എങ്ങനെയെന്ന് പറഞ്ഞില്ലല്ലോ. എന്ത് കാര്യം? ഓ, ഒന്നും അറിയാത്ത പോലെ. എത്ര കാലായിടാ നമ്മളൊന്ന് കൂടിയിട്ട്. നോക്ക്, അത് ഞാൻ എന്തായാലും വാങ്ങിത്തരില്ല. ഓഹോ, അങ്ങനെയാണോ? അല്ല, ഈ സാഞ്ചോ ഇതുവരെ എത്തിയില്ലല്ലോ. ഇവനോട് ഇപ്പൊ പോണ്ടാന്ന് പറഞ്ഞതാ. ഇതിപ്പോ സമയവും പോയി. മോളൊരു കാര്യം ചെയ്യും, മോൾ ഇറങ്ങിക്കും. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. അമ്മച്ചി, ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. അപ്പച്ച, ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സ്തുതിയായിരിക്കട്ടെ. ശരി മോളെ. സ്റ്റെഫി, നീ എവിടെയായിരുന്നടാ? ഇതാ ചേട്ടൻ ഇത് വെച്ചോ. കേറ്.
നിന്റെ പെങ്ങള് സിസ്റ്ററായതല്ലേ, നീ ഒന്ന് ചെലവ് ചെയ്യണ്ടേ? നീ എന്താ മൈൻഡ് ചെയ്യാൻ നടക്കണേ? ഒന്നുമില്ല, ഞങ്ങൾ നിന്റെ ഫ്രണ്ട്സ് അല്ലടാ. ഒരു പൈൻ്റല്ലടാ ഞങ്ങൾ ചോദിച്ചുള്ളൂ, വലിയ കാര്യമൊന്നും പറഞ്ഞില്ലല്ലോ. നിനക്ക് പറ്റാത്തൊന്നുമല്ലല്ലോ. സാൻജോ, സാൻജോ, എന്തു പറ്റി? സൃഷ്ടാവായ ദൈവം സൃഷ്ടികളായ മനുഷ്യരുടെ കാര്യങ്ങളിൽ ഇടപെടുന്നവനാണ്. താൻ സൃഷ്ടിച്ച മനുഷ്യ മക്കളുടെ കാര്യങ്ങളിൽ അവിടുന്ന് സമയബന്ധിതമായി അവസരോചിതമായി ഇടപെടുന്നു എന്നത് വിശുദ്ധ ഗ്രന്ഥ താളുകളിലൊക്കെ നാം കാണുന്നതാണ്. മനുഷ്യമക്കളുടെ പ്രാർത്ഥന ദൈവസന്നിധിയിലെത്തുന്നു. നിരന്തരം മനുഷ്യർക്ക് വേണ്ടി ഇടപെടുന്ന, സഹായിയായി എത്തുന്ന ഈ ദൈവപിതാവിൻ്റെ സ്വഭാവം അതിൻ്റെ പൂർണ്ണതയിൽ നമുക്ക് വ്യക്തമാകുന്നു രക്ഷകനായ ഈശോയിലൂടെ. രക്ഷകനായ യേശുക്രിസ്തു സകല മനുഷ്യർക്കും വേണ്ടിയുള്ള പിതാവിൻ്റെ സന്നിധിയിലുള്ള മധ്യസ്ഥനാണ്. സകല മനുഷ്യർക്കും വേണ്ടിയുള്ള പിതാവിൻ്റെ സന്നിധിയിലുള്ള സഹായിയാണ്. വിശുദ്ധ ഗ്രന്ഥത്തിൽ ഇത്തരത്തിൽ അവസരോചിതമായി ഇടപെടുന്ന യേശുവിനെ നമ്മൾ എത്രയോ തവണ കാണുന്നുണ്ട്. ഒരു ലാസറിൻ്റെ മരണത്തിങ്കൽ മാത്രമല്ല, അവസരോചിതമായി ഇടപെടുന്ന മനുഷ്യമക്കൾക്ക് വേണ്ടി സഹായം ചെയ്തുകൊണ്ട് മാധ്യസ്ഥ്യം വഹിക്കുന്ന ഈശോയെ നാം കാണുകയാണ്. മനുഷ്യർക്ക് വേണ്ടിയിട്ടുള്ള മധ്യസ്ഥനായി രക്ഷകനായ യേശു നിലകൊള്ളുന്നു എന്നത് വളരെ വ്യക്തമാകുന്നത് വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷത്തിലാണ്. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 17-ാം അധ്യായം നാം വായിക്കുമ്പോൾ ഇത് നമുക്ക് മനസ്സിലാകും. തൻ്റെ കൈകളിൽ ഏൽപ്പിക്കപ്പെട്ട ശിഷ്യർക്ക് വേണ്ടി, മനുഷ്യർക്ക് വേണ്ടി യേശു പ്രാർത്ഥിക്കുകയാണ്. നീണ്ട പ്രാർത്ഥനയാണ്. അവസരോചിതമായി ദൈവസന്നിധിയിൽ മനുഷ്യമക്കൾക്ക് വേണ്ടി മാധ്യസ്ഥ്യം യാചിക്കുന്ന യേശു. ഈ യേശു ഇന്ന് കുടുംബജീവിതം നയിക്കുന്ന സകല മനുഷ്യർക്കും, കുടുംബത്തിന് നേതൃത്വം നൽകുന്ന സകല മനുഷ്യർക്കും മാതൃകയാണ്. കുടുംബത്തിൻ്റെ അടിസ്ഥാനമായ ഭാര്യാഭർത്തൃബന്ധത്തിലേക്ക് കടന്നു വരുന്ന വ്യക്തികൾ അന്യോന്യം ദൈവസന്നിധിയിൽ മാധ്യസ്ഥ്യം യാചിക്കേണ്ടവരാണ്. ഞാനിത് പറയുമ്പോൾ എന്നെ ശ്രദ്ധിക്കുന്ന ഭാര്യാഭർത്താക്കന്മാരോട്, സ്ത്രീ പുരുഷന്മാരോട് ഞാൻ ചോദിക്കുന്ന ചോദ്യം, നിങ്ങളിൽ എത്ര പേര് ബോധ്യത്തോടെ അവസരോചിതമായി നിങ്ങളുടെ ജീവിത പങ്കാളിക്ക് വേണ്ടി മാധ്യസ്ഥ്യം ദൈവസന്നിധിയിൽ തേടുന്നുണ്ട്? നമുക്കെല്ലാവർക്കും അറിയാമല്ലോ, നാം സ്നേഹിക്കുന്ന വ്യക്തികൾക്ക് വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യം ദൈവസന്നിധിയിൽ അവർക്ക് വേണ്ടി സഹായം തേടുക, മാധ്യസ്ഥ്യം യാചിക്കുക എന്നത് തന്നെയാണ്. ഈ ഭൂമിയിലെ ഏറ്റവും ശക്തമായ സ്നേഹബന്ധമെന്നാണ് ഭാര്യാഭർത്തൃബന്ധത്തെക്കുറിച്ച് വിശുദ്ധ ഗ്രന്ഥപഠനങ്ങളും സഭാപ്രബോധനങ്ങളും ഒക്കെ പറയുന്നെങ്കിൽ, ഈ ശക്തമായ സ്നേഹബന്ധത്തിൽ ഏർപ്പെടുന്ന ഭാര്യാഭർത്താക്കന്മാർക്ക് തങ്ങളുടെ ദൗത്യം നിറവേറ്റുന്നതിന് ഉതകുന്ന വിധത്തിൽ, ശക്തി നേടാൻ സഹായകമാകുന്ന വിധത്തിൽ അന്യോന്യം ശക്തമായി ദൈവസന്നിധിയിൽ മാധ്യസ്ഥം തേടാൻ കഴിയേണ്ടതല്ലേ? ദൈവം കൂട്ടിച്ചേർത്ത നിങ്ങളുടെ ഭാര്യാഭർത്തൃബന്ധം മങ്ങലേക്കാതെ, പൊട്ടിത്തകരാതെ നിലനിൽക്കാൻ വേണ്ടി
നിശ്ചയദാർഢ്യത്തോടെ ഉദ്ദേശശുദ്ധിയോടെ മറക്കാതെ എന്നും നിങ്ങളുടെ പങ്കാളിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടോ? എന്നെ ശ്രദ്ധിക്കുന്ന ജീവിത പങ്കാളികൾ എന്നും കരങ്ങൾ ചേർത്ത് പ്രാർത്ഥിക്കുന്നവരുണ്ടാകാം. ദൈവമായിട്ട് കൂട്ടിച്ചേർത്ത ഈ ബന്ധം അറ്റുപോകാതെ ഫലം പ്രാപിക്കാൻ തക്കവിധം നിലനിർത്താൻ ഇടയാകണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്നവരുണ്ട്. എനിക്കറിയാവുന്ന ഒരു ഭാര്യയും ഭർത്താവും ഉണ്ട്. അവർ വിശുദ്ധ കുർബാനയിലെ പ്രാർത്ഥന പോലെ പരസ്പരം കരം ചേർത്ത് കിടക്കുന്നതിന് മുമ്പ് എന്നും ഇപ്രകാരം ചൊല്ലാറുണ്ട്: അവർണ്ണനീയമായ ദാനത്തെ പ്രതി കർത്താവേ അങ്ങേക്ക് സ്തുതി. കരം ചേർത്ത് ഇങ്ങനെ എന്നും ചൊല്ലുന്നു, പ്രാർത്ഥിക്കുന്നു. പക്ഷെ ബോധപൂർവം ദൈവമായിട്ട് നിൻ്റെ കയ്യിലേക്ക് തന്ന പങ്കാളിക്ക് വേണ്ടി നീ പ്രാർത്ഥിക്കുന്നുണ്ടോ? വ്യക്തമായിട്ട് ഞാൻ ചോദിക്കുകയാണ്, ഒരു നന്മ നിറഞ്ഞ മറിയുമെങ്കിലും ദൈവമായിട്ട് കയ്യിലേക്ക് തന്ന ഈ ഭർത്താവിന് വേണ്ടി, ഈ ഭാര്യയ്ക്ക് വേണ്ടിയിട്ട് ചൊല്ലുന്നുണ്ടോ? ഒരു സ്തുതിപ്പെങ്കിലും പറയാൻ പറ്റുന്നുണ്ടോ? പലപ്പോഴും നമ്മൾ തിരക്കിൽ പെടുമ്പോൾ ഈ കാര്യം വിട്ടു പോകണുണ്ട്. ദൈവം സഹായിയായി മനുഷ്യന് മുമ്പിൽ വരുന്നു. ദൈവപുത്രനായ യേശു മധ്യസ്ഥനായി സഹായിയായി നിലകൊള്ളുന്നു എങ്കിൽ ദൈവം കൂട്ടിച്ചേർത്ത ഭാര്യാഭർത്താക്കന്മാർക്ക് അന്യോന്യം സഹായിക്കാൻ, തങ്ങളുടെ ആ സൗഹൃദം പങ്കുവയ്ക്കാൻ സാധിക്കേണ്ടത് പരസ്പരം മാധ്യസ്ഥ്യം നൽകിക്കൊണ്ടാവണം. ദൈവസന്നിധിയിൽ പങ്കാളിക്ക് വേണ്ടി മുട്ടിപ്പായി പ്രാർത്ഥിക്കണം. ഓരോരോ സന്ദർഭങ്ങൾ വരുമ്പോൾ ഭാര്യയ്ക്ക് വേണ്ടി, ഭർത്താവിന് വേണ്ടി അധ്വാനിക്കുന്ന ആളുകളുണ്ട്. ഭർത്താവിനൊരു രോഗാവസ്ഥ വരട്ടെ, ഭാര്യയ്ക്ക് ഒരു രോഗാവസ്ഥ വരട്ടെ, എല്ലാം വിട്ടിട്ട് നിങ്ങൾ ആ കാര്യത്തിൽ ഏർപ്പെടും. ഭാര്യാഭർത്താക്കന്മാർ അന്യോന്യം വളരെ ഗൗരവമുള്ള ആവശ്യങ്ങളുടെ അവസരത്തിൽ മറ്റെല്ലാം വിട്ടിട്ട് ഓടിച്ചെല്ലുന്ന സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. തീർച്ചയായും അത് വേണ്ടത് തന്നെയാണ്, പരസ്പരം കരുതുന്നു. പക്ഷേ ഇതിനേക്കാൾ പ്രധാനപ്പെട്ടതാണ് അന്യോന്യം ഓർത്ത് പ്രാർത്ഥിക്കുക എന്നുള്ളത്. അന്യോന്യം ഓർത്ത് പ്രാർത്ഥിക്കുക. ചിലർ ഔദ്യോഗികമായ ഉത്തരവാദിത്തങ്ങൾ ഒക്കെ ഉള്ളവരുണ്ട്. ആ ഓഫീസിലേക്ക് യാത്ര ചെയ്ത് പോകുമ്പോൾ ജീവിത പങ്കാളിക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാം. അദ്ദേഹത്തിൻ്റെ നിയോഗങ്ങൾക്ക് വേണ്ടി, അവളുടെ നിയോഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അപ്പോൾ ഭാര്യാഭർത്താക്കന്മാർക്ക് പരസ്പരം ശക്തിപ്പെടുത്താൻ വേണ്ടി ദൈവസന്നിധിയിൽ മാധ്യസ്ഥ്യം തേടാൻ പറ്റണം. ഭാര്യാഭർത്തൃ ബന്ധത്തിൽ മാത്രമല്ല, മക്കളോടുള്ള ബന്ധത്തിലും, മക്കൾക്ക് മാതാപിതാക്കളോടുള്ള ബന്ധത്തിലും ഇത് പ്രധാനപ്പെട്ടതാണ്. ഞാനിത് പറയുമ്പോൾ ഓർക്കുന്നത് ഒരു ഡോക്ടറെയാണ്. അദ്ദേഹം എൻ്റെ പഴയ ഇടവകയിലെ അംഗമായിരുന്നു. ഇപ്പോൾ അദ്ദേഹം വിദേശത്താണ്. അറിയപ്പെടുന്നൊരു വചന പ്രഘോഷകനും നല്ല ഒരു ഡോക്ടറുമാണ്. അദ്ദേഹം നാട്ടിലായിരുന്നപ്പോൾ രാഷ്ട്രീയ പ്രവർത്തനമൊക്കെ ആയിരുന്നു. സഭ അത്ര കണ്ട് പിന്തുണയ്ക്കാത്ത രാഷ്ട്രീയ പാർട്ടിയിലെ അംഗമൊക്കെ ആയിരുന്നു. പക്ഷേ അദ്ദേഹം വലിയ മാറ്റത്തിലേക്ക് വന്ന് ക്രിസ്തുവിനെ ജീവിതത്തിൻ്റെ രക്ഷകനായി സ്വീകരിച്ച ആളാണ്. ഇദ്ദേഹം തന്നെ വ്യക്തിപരമായിട്ട് എന്നോട് പറഞ്ഞൊരു കുടുംബാനുഭവമാണ് ഞാൻ പറയുന്നത്. എന്നോട് പറഞ്ഞു, അച്ഛാ, ഞങ്ങൾ മക്കൾ 7 പേരാണ്. ഞങ്ങൾ മക്കൾ 7 പേരും എത്ര ശ്രമിച്ചാലും ഞങ്ങളുടെ അമ്മ ഞങ്ങൾക്ക് വേണ്ടി ചെയ്ത ഒരു കാര്യം ഞങ്ങൾക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റുകയില്ല. ഞാൻ ചോദിച്ചു, ഡോക്ടറെ അതെന്താ? ഞങ്ങൾ മക്കൾ ഓരോരുത്തരും ജനിച്ച ആ ദിവസം മുതൽ, ഞങ്ങളുടെ മക്കളുടെ മക്കൾ ജനിച്ച നാൾ മുതൽ അമ്മ ഞങ്ങൾക്ക് വേണ്ടി, ഞങ്ങളുടെ മക്കൾക്ക് വേണ്ടി, ഞങ്ങളുടെ മക്കളുടെ മക്കൾക്ക് വേണ്ടി ഒരു നന്മ നിറഞ്ഞ മറിയാം ചൊല്ലും. എന്നോട് പറഞ്ഞു, അമ്മയ്ക്കിപ്പോൾ ഒത്തിരി വയസ്സായി, 90 അടുത്തു, എങ്കിൽ പോലും ആരോഗ്യത്തിന് കുഴപ്പമില്ല. ആ ആരോഗ്യത്തിന് പ്രധാന കാരണം അമ്മ ഈ മാധ്യസ്ഥ പ്രാർത്ഥന നടത്തുന്നു എന്നുള്ളതാണ്. ഞങ്ങൾ ജനിച്ച നാൾ മുതൽ ഓരോ മകനും മകൾക്കും വേണ്ടി ഒരു നന്മ നിറഞ്ഞ മറിയാം കുരിശുവര കഴിഞ്ഞിട്ട് അമ്മ ചൊല്ലും. ഞങ്ങൾക്ക് മക്കളുണ്ടായപ്പോൾ അവരോരോരുത്തരുടെയും പേര് പറഞ്ഞ് അവർക്ക് വേണ്ടി ഒരു നന്മ നിറഞ്ഞ മറിയും ചൊല്ലും. ഞങ്ങളുടെ മക്കളുണ്ടായി തുടങ്ങിയപ്പോൾ അവരുടെയും പേര് പറഞ്ഞ് ഒരു നന്മ നിറഞ്ഞ മറിയും ചൊല്ലും. ഇപ്പോൾ ഈ ഡോക്ടർ പറയുക,
ഞങ്ങളുടെ അമ്മച്ചി പലതും ചെയ്തു തന്നിട്ടുണ്ട്, അതിനൊക്കെ ഞങ്ങൾക്ക് തിരിച്ച് കൊടുക്കാൻ പറ്റും. പക്ഷേ അമ്മച്ചി ഈ ചൊല്ലിക്കൂട്ടിയ പ്രാർത്ഥനകൾക്ക്, ഈ മാധ്യസ്ഥ പ്രാർത്ഥനകൾക്ക് ഞങ്ങൾക്ക് തിരിച്ചു കൊടുക്കാനൊന്നുമില്ല അച്ഛാ. എത്ര ശ്രമിച്ചാലും നടക്കുകയില്ല. നോക്കിക്കേ, ഓരോ മകൻ്റെയും മകളുടെയും പേരെടുത്ത് പറഞ്ഞ് ഒരു നന്മ നിറഞ്ഞ പറയും ചൊല്ലുക. ഓരോ കൊച്ചുമകൻ്റെയും മകളുടെയും പേരക്കിടാങ്ങളുടെയും പേരെടുത്ത് പറഞ്ഞ് ഒരു നന്മ നിറഞ്ഞ പറയാൻ ചൊല്ലുന്ന രീതി. ഞാൻ പറഞ്ഞു വരുന്നത്, കുടുംബാംഗങ്ങൾ പരസ്പരം ശക്തിപ്പെടുത്താൻ ദൈവസന്നിധിയിൽ മാധ്യസ്ഥ്യം പ്രാർത്ഥിക്കണമെന്നാണ്. നിങ്ങൾ ആദ്യം മധ്യസ്ഥ പ്രാർത്ഥന നടത്തേണ്ടത് നിങ്ങളുടെ കയ്യിലേക്ക് ദൈവം ഭരമേൽപ്പിച്ച് തന്ന കുടുംബാംഗങ്ങൾക്ക് വേണ്ടിയാണ്. ഇവിടം കൊണ്ട് ഈ മാധ്യസ്ഥ പ്രാർത്ഥന നിർത്തരുത്. മക്കൾക്ക്, മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറ്റണ്ടേ? എന്നെ ശ്രദ്ധിക്കുന്ന എത്ര മക്കളുണ്ട് ഒരു ദിവസം പോലും മറന്നു പോകാതെ പപ്പായ്ക്ക് വേണ്ടി, മമ്മിക്ക് വേണ്ടി, ഗ്രാൻഡ് പേരൻസിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവരെ? ഞാൻ മുമ്പ് പറഞ്ഞ പോലെ നമ്മളെല്ലാവരും തിരക്കില്ല, പക്ഷെ പ്രധാനപ്പെട്ടത് പലപ്പോഴും വിട്ടുപോകുന്നുണ്ട്. ആദ്യമേ ഞാൻ പറഞ്ഞല്ലോ, നാം സ്നേഹിക്കുന്ന ആളുകൾക്ക് വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ നമ്മളിൽ നിന്ന് പ്രതിഫലമൊന്നും പ്രതീക്ഷിക്കാതെ നമ്മുടെ ജനനം തൊട്ട് വളർച്ചയുടെ വിവിധ ഘട്ടങ്ങളിൽ നമുക്ക് വേണ്ടി അധ്വാനിച്ച സഹനങ്ങൾ ഏറ്റുവാങ്ങിയ ആ വല്യപ്പന് വേണ്ടി, വല്യമ്മയ്ക്ക് വേണ്ടി, ആ അപ്പന് വേണ്ടി, അമ്മയ്ക്ക് വേണ്ടി ഒരു നന്മ നിറഞ്ഞ പറയെങ്കിലും ചൊല്ലാൻ മേലേ? എത്ര നാളായി നിങ്ങൾ ഈ കുടുംബജീവിതത്തിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കാൻ തുടങ്ങിയിട്ട്? ഇതുവരെ ഈ കാര്യം ഓർത്തോ? തീർച്ചയായും മാതാപിതാക്കൾക്ക് വേണ്ടുന്ന ഭൗതിക കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ടാവും. പക്ഷേ നമ്മുടെ വിശ്വാസം അനുസരിച്ച് ഭൗതിക കാര്യങ്ങളെക്കാൾ പ്രധാനപ്പെട്ടത് ആധ്യാത്മിക കാര്യങ്ങൾ. ഇഹലോകത്തിലെ ജീവിതം കൊണ്ടെല്ലാം തീരുന്നില്ലല്ലോ, പരലോകത്തിലേക്ക് നമുക്ക് എത്തി നിൽക്കാൻ പറ്റേണ്ടതല്ലേ. അതുകൊണ്ട് ആധ്യാത്മികമായിട്ടുള്ള സഹായങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. ഇത്തരത്തിൽ മുഖ്യമാണ് ഞാൻ ഈ പറഞ്ഞ മധ്യസ്ഥ പ്രാർത്ഥന. ഓരോ മകനും മകൾക്കും, ഓരോ കൊച്ചുമകനും മകൾക്കും ആ മാതാപിതാക്കൾക്ക് വേണ്ടി, വല്യപ്പനും വല്യമ്മയ്ക്കും വേണ്ടി പ്രാർത്ഥിക്കാൻ പറ്റണം. ഒരു നന്മ നിറഞ്ഞ പറയും ചൊല്ലണമെന്ന് ഞാൻ പറയുമ്പോൾ അത് മനോഹരമായ പ്രാർത്ഥനയായതുകൊണ്ട് കൂടിയാണ്. അമ്മയെ പ്രകീർത്തിക്കുന്ന പ്രാർത്ഥന മാത്രമല്ലല്ലോ അത്. ആ നന്മ നിറഞ്ഞ പറയും ചൊല്ലുമ്പോൾ നമ്മൾ ദൈവപുത്രനായ യേശുവിനെയും പ്രകീർത്തിക്കുക. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. അപ്പോൾ അമ്മയെ പ്രകീർത്തിക്കുന്നതിനോടൊപ്പം ഈശോയെ, ദൈവത്തെയും നമ്മൾ ആ ചെറിയ പ്രാർത്ഥനയിലൂടെ സ്തുതിക്കുന്നുണ്ട്. അത് നമ്മുടെ ബന്ധപ്പെട്ടവർക്ക് അനുഗ്രഹം, കൃപകൾ ദൈവസന്നിധിയിൽ നിന്ന് ലഭിക്കുന്നതിനിടയായി തീരുക തന്നെ ചെയ്യും. ഞാൻ വളരെ ചെറിയൊരു കാര്യം, എന്നാൽ ഇന്ന് നമ്മൾ മറന്നു പോകുന്ന കാര്യമാണ് നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാനായിട്ട് ശ്രദ്ധിച്ചത്. ദൈവം സഹായിയായി കൂടെ നിൽക്കുന്നു. ദൈവപുത്രനായ യേശു തന്നിൽ വിശ്വസിക്കുന്നവർക്ക് വേണ്ടി മാധ്യസ്ഥ്യം യാചിക്കുന്നു. ദൈവത്തിൽ കുടുംബത്തെ രൂപപ്പെടുത്തിയ ഭാര്യാഭർത്താക്കന്മാർക്ക് പരസ്പരം ദൈവസന്നിധിയിൽ മാധ്യസ്ഥ്യം യാചിക്കാൻ പറ്റണം. മാതാപിതാക്കൾ മക്കൾക്ക് വേണ്ടി മാധ്യസ്ഥ്യം യാചിക്കുന്നവരാവണം. മക്കൾ മാതാപിതാക്കൾക്ക് വേണ്ടി ദൈവസന്നിധിയിൽ മാധ്യസ്ഥ്യം യാചിക്കുന്നവരാവണം. നമ്മുടെ മധ്യസ്ഥ പ്രാർത്ഥന തുടങ്ങേണ്ടത് കുടുംബ പശ്ചാത്തലത്തിൽ തന്നെയാണ്. ഇത്തരത്തിൽ കുടുംബാംഗങ്ങളെയൊക്കെ ഓർത്ത്, ജീവിത പങ്കാളിയെ ഓർത്ത് ഇടതടവില്ലാതെ മധ്യസ്ഥ പ്രാർത്ഥന നടന്ന ഒത്തിരി കുടുംബങ്ങൾ നമുക്കുണ്ട്. അടുത്ത കാലത്തായി അങ്ങനെയുള്ള കുടുംബങ്ങളുടെ എണ്ണം വർദ്ധിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള കുടുംബങ്ങളെ നിങ്ങൾ പരിചയപ്പെടേണ്ടത് തന്നെയാണ്. അത്തരത്തിലൊരു കുടുംബത്തെ നമ്മളിന്ന് പരിചയപ്പെടുകയാണ്. അവരുടെ സാക്ഷ്യത്തിലേക്ക് നമുക്ക് പോകാം. എൻ്റെ പേര് തോമസ് മനോജ്. ഞാൻ ബേസിക്കലി ഒരു കെമിക്കൽ എഞ്ചിനീയറാണ്. ഇതെൻ്റെ വൈഫ് ദീപ തോമസ്, MSW ആണ്. ഞങ്ങൾക്ക് 6 മക്കളാണുള്ളത്. ഞങ്ങൾ ഒരു ബിസിനസ് ഫാമിലിയാണ്. എൻ്റെ ഫാദറായിട്ട് തുടങ്ങിയ ബിസിനസ്സാണ് 87-ൽ. ഫാദർ 2001-ൽ മരിച്ചുപോയി. അതിനുശേഷം അമ്മയും ഞാനും അനിയനും കൂടെ ബിസിനസ് നടത്തിക്കൊണ്ട് പോകുന്നത്. ആ സമയത്തെല്ലാം ഞങ്ങൾ വലിയ ഫിനാൻഷ്യൽ ക്രൈസിസിലൂടെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു.
2006 ഞാൻ എൻ്റെ കർത്താവായിട്ട് ഒരു എൻകൗണ്ടർ ഉണ്ടാവുന്നത്. അതിനുശേഷമാണ് ഈ പ്രാർത്ഥനാ ജീവിതത്തെക്കുറിച്ചൊക്കെ എനിക്ക് അറിവുണ്ടായത്. അതിനുശേഷം ഞാൻ പ്രാർത്ഥനയിൽ കുറേ കൂടെ ആഴപ്പെട്ടിട്ടുണ്ട്. എൻ്റെ പേഴ്സണൽ പ്രയറിൽ ആഴപ്പെട്ടിട്ടുണ്ട്. എൻ്റെ പേഴ്സണൽ പ്രയറിലൂടെയാണ് എനിക്ക് ലഭിച്ചിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങളുടെയും ഒരു വലിയ ശക്തി എൻ്റെ പേഴ്സണൽ പ്രയറായിരുന്നു. ഓഫ്കോഴ്സ് ദീപ എന്നെ വളരെയധികം സഹായിച്ചിട്ടുണ്ട്. ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാറുണ്ട്. പ്രത്യേകിച്ച് ഞങ്ങൾ മെയിൻ പ്രധാനപ്പെട്ട ഡിസിഷൻസ് എല്ലാം എടുക്കുന്ന സമയത്ത് ഞങ്ങൾ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുകയും പലപ്പോഴും അത് ഞങ്ങൾ വിചാരിച്ച പോലെ ആയിരിക്കില്ല പലപ്പോഴും കാര്യങ്ങൾ പോകുന്നത്. പക്ഷേ കർത്താവ് വഴി നടത്തിയതെല്ലാം ബ്യൂട്ടിഫുള്ളായിട്ടാണ് ഞങ്ങൾ വഴി നടത്തിയത്. പലപ്പോഴും ഞങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ നടന്നില്ലെങ്കിലും കർത്താവ് നടക്കുന്ന വഴിയിലൂടെ ഞങ്ങൾ നടക്കുമ്പോൾ വലിയ സമാധാനവും സന്തോഷമൊക്കെ അനുഭവിക്കാൻ ഞങ്ങൾക്കിട വന്നിട്ടുണ്ട്. എൻ്റെ പേര് ദീപ. ഞാനൊരു ജീസസ് യൂത്ത് ആയിരുന്നു. 1989 ക്യാമ്പസ് മീറ്റിലൂടെയായിരുന്നു എനിക്ക് ഈശോയായിട്ടുള്ള എൻകൗണ്ടർ ഉണ്ടായത്. അതിനുശേഷം ഭയങ്കര ആഗ്രഹമായിരുന്നു ഈശോയ്ക്ക് വേണ്ടി വർക്ക് ചെയ്യാൻ, ക്യാമ്പസുകളിൽ ഓടി നടക്കാനെല്ലാം ഭയങ്കര ഒരു സീൽ ഈശോ എനിക്ക് തന്നിരുന്നു. ശേഷം ഡിഗ്രി കഴിഞ്ഞതിന് ശേഷം ഞാൻ ഫസ്റ്റ് ബാച്ച് ഫുൾ ടൈമർഷിപ്പ് എടുക്കാൻ സാധിച്ചു. അത് കർത്താവിനോടുകൂടെ പാലക്കാട്, തൃശ്ശൂർ ആ ഏരിയയിലായിരുന്നു വർക്ക് ചെയ്തിരുന്നത്. അന്നൊക്കെ പാരൻസിന് അവർക്കൊരു വിഷമം ഉണ്ടായിരുന്നു. ഈ മകളെ ഞാൻ മൂത്ത കുട്ടിയാണ്, കല്യാണം കഴിപ്പിച്ച് വിടണം, ആ ഒരു ഉള്ളിലൊരു ചെറിയൊരു ടെൻഷൻ ഉണ്ടായിരുന്നു അവരെ. പക്ഷേ ഞാൻ ക്യാമ്പസ് മീറ്റ് കഴിഞ്ഞതിന് ശേഷം ഞാൻ എല്ലാ ദിവസവും പ്രാർത്ഥിക്കുന്നു എനിക്കായിട്ട് ഒരുക്കിയിരിക്കുന്ന ആൾക്ക് വേണ്ടിയിട്ട്. അപ്പോൾ എനിക്കൊരു ടെൻഷനില്ലായിരുന്നു. എനിക്ക് ഈ അനാദി മുതലേ ഒരുക്കിയിരിക്കുന്ന ആളെ കർത്താവ് തക്ക സമയത്ത് തന്നെ എനിക്ക് നൽകുമെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ടായിരുന്നു. അത് കാരണം എനിക്ക് ഫുൾ ടൈമർഷിപ്പ് എടുക്കാൻ ഒരു ഭയം ഉണ്ടായിരുന്നില്ല. ശരിക്കും എൻ്റെ കസിൻസ് എല്ലാവരും തന്നെ കല്യാണം കഴിഞ്ഞ് പോയിരുന്നു. പക്ഷേ എനിക്കൊരു ഭയം ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഫുൾ ടൈമർഷിപ്പ് കഴിഞ്ഞിട്ടാണ് ഞാൻ MSWന് പോയത്. അപ്പോഴും പാരൻസിനൊരു ചെറിയ ഉള്ളിലൊരു വിഷമമൊക്കെ ഉണ്ടായെങ്കിലും അവരെയൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനും ശരിക്കും വലിയൊരു കർത്താവ് ഒരു ധൈര്യം എൻ്റെ പാരൻസിനൊക്കെ നൽകുമായിരുന്നു ആ സമയങ്ങളിൽ. ശേഷം കല്യാണം കഴിഞ്ഞപ്പോഴും മനോജിനാണെങ്കിൽ ഒരു കുട്ടി മതി, ആ കുട്ടിയെ നന്നായി വളർത്തണം എന്നായിരുന്നു ഉള്ളിലെ ആഗ്രഹം. അതെൻ്റെ അടുത്ത് ഷെയർ ചെയ്തു. പക്ഷെ എൻ്റെ ഉള്ളിൽ 4 മക്കൾ വേണം, അങ്ങനെയായിരുന്നു എൻ്റെ ഒരു ചിന്താഗതി. പക്ഷെ ഞാനത് പറഞ്ഞിരുന്നില്ല, അങ്ങനെ നിർബന്ധം പിടിച്ചിരുന്നില്ല. ശാന്തമായിട്ട് തന്നെ ഇരുന്നു. ദൈവം ശരിക്കും വഴി നടത്തായിരുന്നു. ദൈവത്തിൻ്റെ വഴിയിലൂടെ ഇങ്ങനെ പോവുമായിരുന്നു. കർത്താവ് കൊണ്ടുവരുന്ന ഒരു 2006 ആയപ്പോഴേക്കും ഞങ്ങളൊരു പ്രേ ഗ്രൂപ്പിൽ വരികയും അതിൽ മനോജ് ഭയങ്കര സജീവമായിട്ട് പ്രവർത്തിക്കുകയും ചെയ്തു. അങ്ങനെ ദൈവം ഞങ്ങൾക്ക് 6 മക്കളെ തന്നു. ഒരു മിസ്കാരേജ് ഉണ്ടായിട്ടുണ്ട്. അത് ഒരു വാവ മാത്രം ഈശോയുടെ അടുത്ത്. ബാക്കി 6 മക്കളും ഞങ്ങളുടെ കൂടെയുണ്ട്. മൂത്ത മോൻ എഞ്ചിനീയറിങ്ങിന് പഠിക്കുന്നു. എൻ്റെ പേര് ജോസ്. സെക്കൻഡ് ഇയർ ആയി രാജഗിരി എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിക്കുന്നു. മോള് ആൻ, അവൾ ഇപ്പോൾ 9th മാത്യു 5th. പിന്നെ സാറയ്ക്കിപ്പോൾ 6 വയസ്സായി, 1ാം ക്ലാസ്സിലോട്ട് പോകുന്നു. പിന്നെ റോസീന 3.5 വയസ്സ്. പിന്നെ പീറ്ററിന് 2 വയസ്സ്. ഇതാണ് മക്കൾ. ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ ഒരുമിച്ച് എല്ലാ ദിവസവും പ്രാർത്ഥിക്കും. മെയിനായിട്ട് ഞങ്ങളുടെ ബിസിനസ്സിലാണ് ഈശോ വലിയ അത്ഭുതങ്ങൾ നടത്തിയിട്ടുള്ളത്. മനോജ് ശരിക്കും ഒരു കെമിക്കൽ എഞ്ചിനീയറാണ്. പക്ഷേ മാനേജ്മെൻറ്റ് ഈ മാർക്കറ്റിംഗ് ഫീൽഡൊന്നും അത്ര താല്പര്യമില്ലാത്ത ആളായിരുന്നു പണ്ടേ മുതൽ. പക്ഷേ ഞങ്ങൾക്ക് ബിസിനസ് ചെയ്യേണ്ടി വന്നു. അവിടെയും കർത്താവിൻ്റെ ഞങ്ങൾ ഏഷ്യ 45:2 വെച്ച് പ്രാർത്ഥിക്കും. കർത്താവ് ഞങ്ങൾക്ക് മുമ്പേ പോയി എല്ലാ മലകൾ നിരപ്പാക്കുകയും പിച്ചളവാതികൾ ഒടിക്കുകയും ഓടാമ്പലുകൾ തകർക്കുകയും ചെയ്യുന്ന കർത്താവിനെ ഞങ്ങൾക്ക് എപ്പോഴും കാണാൻ സാധിക്കും. കർത്താവാണ് ഞങ്ങളുടെ ബിസിനസ്സിൻ്റെ CEO. ഞങ്ങൾ ഒത്തിരി ഭയങ്കര ഒരു പ്രതിസന്ധിയിലൂടെ പോകുമ്പോഴും കർത്താവ് ഞങ്ങളൊരു മരുഭൂമിയിലൂടെ പോകുന്നെങ്കിലും ഒരു ഒട്ടകത്തിൻ്റെ പുറത്ത് കയറ്റി നിർത്തിയാണ് ഈശോ ഞങ്ങളെ പരിപാലിക്കുന്നത്. പിന്നെ ഓരോ നിമിഷവും ഞങ്ങൾ ഇപ്പോഴും ബിസിനസ്സിന് ടൂർ പോകുമ്പോൾ എനിക്കറിയാം ആൾക്കൊട്ടും ഇഷ്ടമില്ലാത്ത ഒരു കാര്യമാണ് ടൂറിൽ പോകല്. പക്ഷേ അവിടെയെല്ലാം കർത്താവ് പിശാച് അടച്ചിട്ടിരിക്കുന്ന എല്ലാ ഡോസും ഓപ്പൺ ചെയ്യുന്നതായിട്ട് കർത്താവ് ഞങ്ങൾക്ക് കാണിച്ചു തരാറുണ്ട്. പിന്നെ മക്കളുടെ കാര്യത്തിനാണെങ്കിലും ഞങ്ങൾക്ക് ഭയങ്കര നിർബന്ധം എല്ലാവരും തന്നെ കുർബാനയ്ക്ക് പോകണമെന്ന്. പീറ്റർ ഒഴിച്ച് ബാക്കി എല്ലാവരും തന്നെ കുർബാനയ്ക്ക് പോകും. ചിലപ്പോൾ റോസിന് പോവില്ല. ബാക്കി എല്ലാവരും കുർബാനയ്ക്ക് നിർബന്ധമായിട്ടും പോവും. പിന്നെ കുടുംബ പ്രാർത്ഥനയാണെങ്കിലും ഒരുമിച്ച് ഞങ്ങൾ ചെല്ലാൻ ശ്രമിക്കാറുണ്ട്. ഞങ്ങളില്ലാത്ത ദിവസങ്ങളാണെങ്കിലും മക്കൾ ഒരുമിച്ച് ചെല്ലും. അങ്ങനെ മക്കളുടെ അവരുടെ എല്ലാ സെയിൻസിനും ഞങ്ങൾക്ക് ശരിക്കും 8 സെയിൻസ് പ്ലസ് സാറയ്ക്ക് 2 സെയിൻ്റാണ്. ഒന്ന് റോസ പുണ്യാളത്തിയും പിന്നെ മദർ മേരിയും. അപ്പോൾ അങ്ങനെ പരിശുദ്ധ അമ്മയും പിന്നെ റോസ പുണ്യാളത്തിയും ഉണ്ട്. അപ്പോൾ അങ്ങനെ 8 പേരുടെ ഒരു മാധ്യസ്ഥം ഈ ഒരു കുടുംബത്തിൽ എപ്പോഴും ഇങ്ങനെ അവരൊരു ശരിക്കും പറഞ്ഞാൽ ഒരു പോരാട്ടം തന്നെ ഉണ്ട്. അവരുടെ ഏഞ്ചൽസും ഈ സെയിൻസും തന്നെ ഞങ്ങളുടെ കുടുംബത്തിൽ നിറഞ്ഞു നിൽക്കുക. അപ്പോൾ ഇപ്പോൾ അടുത്ത് ഞങ്ങൾ ഫെബ്രുവരിയിൽ ഒരു ധ്യാനത്തിന് പോകാൻ ഇടയായി. അപ്പോൾ ധ്യാനത്തിന് പോണ സമയത്ത്
ആരും തന്നെ ഏൽപ്പിക്കാനില്ല. വീട്ടിലൊരു മെയ്ഡുണ്ട്, അവളെ ഏൽപ്പിച്ച് പോകാൻ പറ്റില്ല. പക്ഷേ ഞങ്ങൾ തീരുമാനമെടുത്തു എന്തായാലും പോവാം. ഞാനും ഹസ്ബൻഡും പോകുന്നുണ്ട്, പിന്നെ മൂത്ത 2 പേരും ജോസും ആനും. ആൻമോൾ ഉണ്ടെങ്കിൽ എനിക്ക് എല്ലാം ഏൽപ്പിച്ച് പോകുമായിരുന്നു. പക്ഷേ ആ മോൾക്കും ധ്യാനമുണ്ട്. അപ്പോൾ ഞങ്ങൾ മാത്യുവിനെ ഇപ്പോൾ 5ാം ക്ലാസ്സിലോട്ട് പോകുന്നു. അപ്പോൾ മോനെ ഏൽപ്പിച്ച് ആണ് ഞങ്ങൾ പോയത്. ശരിക്കും ഞങ്ങളിപ്പോൾ 6th ഫ്ലോറിലാണ് താമസിക്കുന്നത്. ഇപ്പോൾ സെക്യൂരിറ്റി പറഞ്ഞു ഇടയ്ക്കിടയ്ക്ക് മക്കൾ എത്തി നോക്കുന്നുണ്ട്. പക്ഷെ എനിക്ക് ഭയങ്കര വിശ്വാസമായിരുന്നു. ഈ നമ്മൾ നോക്കുന്നേക്കാൾ കൂടുതൽ ഇവിടെ സെയിൻസും ഇവരുടെ കാവൽ മാലാഖമാരും ഇവരെ സംരക്ഷിക്കും. പിന്നെ ഈശോ കൂടെ ഉണ്ടെന്നുള്ള നല്ല വിശ്വാസമുണ്ട്. അത് മാത്തുവിനെ ഏൽപ്പിച്ചിട്ടാണ് ഞങ്ങൾ ആ ധ്യാനത്തിന് പോയത്. ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല. മോൻ എല്ലാ കാര്യങ്ങളും, അവർക്ക് ഭക്ഷണം തന്നെ വാരി കൊടുത്തത് മാത്യു ആയിരുന്നു. അങ്ങനെ ശരിക്കും മാലാഖമാരുടെ ഒരു സാന്നിധ്യവും അവരുടെ ഈ സെയിൻസിൻ്റെ ഒരു സാന്നിധ്യവും ഞങ്ങൾ എപ്പോഴും അനുഭവിക്കാറുണ്ട്. ഈവൻ ഞങ്ങളുടെ കുടുംബ പ്രാർത്ഥനയിലാണ് ഞങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ മക്കൾക്ക് അസുഖമൊക്കെ വരുമ്പോൾ ഇവർക്ക് മുട്ടുകുത്താൻ മടിയാണ്. ഞാൻ പറയും മക്കളെ തെരേസക്കുട്ടിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അപ്പോൾ ചാടി എനിക്ക് അവർ മുട്ടുകുത്തുക. അത്രയ്ക്ക് അവർക്ക് മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഭയങ്കര ഒരു തീക്ഷ്ണത അവരുടെ ഉള്ളിൽ തന്നെയുണ്ട്. ഇപ്പോൾ ഗർഭിണികൾക്ക് വേണ്ടി, ഗർഭിണിയായിട്ടുള്ള ആരെങ്കിലും ആൻറ്റിമാരുണ്ട് ഇങ്ങനെ ബെഡ് റെസ്റ്റൊക്കെ ആണെങ്കിൽ ഞാൻ മോളോട് പറയും മോളെ ഇന്ന ആൻറ്റി ഉണ്ട്, അപ്പോൾ അവൾ ആൻറ്റിക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഇന്നലെ ഒരു അനുഭവം ഉണ്ടായത്, ഇന്നലെ ഞങ്ങളുടെ ഡിവൈൻ മേഴ്സി ഡേ ആയിരുന്നു. അപ്പോൾ ഒത്തിരി പേര് വന്നിട്ടുണ്ടായിരുന്നു. അതിലൊരു പാരൻറ്റിനെ കണ്ടു. അപ്പോൾ പാരൻറ്റ് ഒരു അനുഭവം ഷെയർ ചെയ്യായിരുന്നു. അവരുടെ മോൻ റൂമിൻ്റെ ഉള്ളിൽ വാതിലടച്ചിട്ടിരിക്കുക. അവർക്ക് ഒത്തിരി നാളായിട്ട് വിഷമമുണ്ട്, എന്നോട് പറയാറുണ്ട്, പ്രാർത്ഥിക്കാറുണ്ട്. പക്ഷെ ഇപ്പോൾ അവൻ ഇച്ചിരി കൂടുതലായിട്ട് ഇങ്ങനെ വാതിലടച്ചിട്ടിരിക്കും. അപ്പം ഞാൻ എൻ്റെ മൂത്ത മോനോട് പറഞ്ഞു, മോനെ നിൻ്റെ ഏജിലുള്ള ഒരു കുട്ടിയാണ്, അവന് വേണ്ടി നീ ഇന്ന് മുതൽ പ്രാർത്ഥിക്കണം. അപ്പം അങ്ങനെ മധ്യസ്ഥം മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ടും ഭയങ്കര ഒരു കൃപ ദൈവം തരുന്നുണ്ട്. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ ദൈവമേ, അവിടുന്ന് രൂപപ്പെടുത്തിയതാണ് കുടുംബങ്ങൾ എന്ന് ഞങ്ങൾ ഏറ്റുപറയുന്നു. ഇഹലോകത്തിൽ അവിടുന്ന് ആഗ്രഹിക്കുന്ന വിധത്തിൽ കുടുംബങ്ങൾക്ക് നിലകൊള്ളാൻ പറ്റണമെന്നുണ്ടെങ്കിൽ അവിടുത്തെ വലിയ കൃപ ആവശ്യമാണ്. അത്തരത്തിൽ അവിടുത്തെ കൃപ കുടുംബജീവിതത്തിന് അടിസ്ഥാനമിടുന്ന ഭാര്യാഭർത്താക്കന്മാർ തങ്ങൾ ഇരുവർക്കും വേണ്ടി മാധ്യസ്ഥ്യം യാചിച്ച് ചോദിച്ചു വാങ്ങാൻ, മക്കൾക്ക് വേണ്ടി, മാതാപിതാക്കൾക്ക് വേണ്ടി മാധ്യസ്ഥ്യം പ്രാർത്ഥിക്കാൻ ഞങ്ങളുടെ കുടുംബാംഗങ്ങളെ ഒക്കെ അവിടുന്ന് ഇടവരുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ രൂപപ്പെടുത്തിയ ദൈവമേ, ഞങ്ങളുടെ കുടുംബങ്ങളെ രൂപപ്പെടുത്തിയ ദൈവമേ, ഞങ്ങളുടെ എല്ലാ കുടുംബങ്ങളെയും സമർപ്പിച്ച് അവിടുത്തെ വലിയ കൃപയും അനുഗ്രഹവും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. തിരുഹൃദയമേ, തിരുമുൻപിൽ ഞങ്ങളുടെ കുടുംബങ്ങളെ സമർപ്പിക്കുന്നു. തിരുഹൃദയമേ, തിരുഹൃദയമേ, ഞങ്ങളുടെ വീടിനെ കാക്കണേ. തിരുഹൃദയത്തിൽ, തവ ഹൃദയത്തിൽ ഒരു പുണ്യസൂനമായി ചേർക്കണേ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായി.